നമ്മൾ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് ഏതാണെന്ന് അറിയാലോ. പ്രീമിയം മെത്തേഡാണ്. ഗുഡ്വില്ല് ക്യാഷായിട്ട് കൊണ്ടുവരുന്ന കേസാണ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. റീവാലുവേഷൻ മെത്തേഡിലേക്ക് നമ്മൾ തുടങ്ങാം, അതിലേക്ക് പോവാം. അതിന് മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. വിജയ് ആൻഡ് സഞ്ജയ് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. അവർ ഫേമിലെ പാർട്ട്നേഴ്സാണ്. പ്രോഫിറ്റും ലോസും വീതിക്കുന്ന റേഷ്യോ 3:2 ആണ്. അതായത് വിജയുടെയും സഞ്ജയുടെയും നിലവിലെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ദേ ഡിസൈഡ്, അതായത് വിജയും സഞ്ജയും തീരുമാനിക്കുകയാണ് ടു അഡ്മിറ്റ് അജയിനെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വിജയ്ക്കും സഞ്ജയ്ക്കും എന്തുണ്ടാവും? സാക്രിഫൈസ് ഉണ്ടാവും അല്ലേ? നമുക്കത് അറിയാവുന്നതാണ്. ഇൻ ടു പാർട്ണർഷിപ്പിലേക്ക് അജയ് വരികയാണ്. വരുമ്പോൾ ഗുഡ്വില്ലുമായിട്ടാണ് വരേണ്ടത്. വിത്ത് 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്. അയാൾക്ക് ഫ്യൂച്ചറിലെ പ്രോഫിറ്റിൽ 4/1 ഭാഗം കിട്ടും. അപ്പോൾ റിമൈനിങ് ഷെയർ ഒക്കെ 3/4 ആണെന്നറിയാം. അത് വെച്ച് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനൊക്കെ നമുക്കറിയാം. അത് വെച്ച് സാക്രിഫൈസ് റേഷ്യോ കാണാനും നിങ്ങൾക്കറിയാം. നെക്സ്റ്റ്, അജയ് കൊണ്ടുവരാണ് ഇൻ റുപ്പീസ് 30,000 ഫോർ ക്യാപിറ്റൽ. 30,000 ക്യാപിറ്റലായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ 30,000 രൂപ അയാളുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റലായിട്ട് മാറും അല്ലേ? അയാളുടെ പാർട്ട്നേഴ്സിന് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് അയാൾക്കുള്ളതാണ്. ആൻഡ് ദ റിക്വസൈറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം ഇൻ ക്യാഷ് ആയിട്ട് എന്തും കൊണ്ടുവരണം? പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രീമിയം മെത്തേഡാണ്. സോ ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന കേസാണ്. എത്ര ഗുഡ്വില്ല് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. 30,000 ഗുഡ്വില്ലല്ല, ക്യാപിറ്റലാണ്. അപ്പോൾ ഗുഡ്വില്ല് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ദ ഗുഡ്വില്ല് ഓഫ് ദ ഫേമിൻ്റെ ഗുഡ്വില്ല് 20,000 രൂപയായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഗുഡ്വില്ല് കണ്ടുപിടിക്കാം. ഇയാളുടെ ഷെയർ ഓഫ് ഗുഡ്വില്ല് എത്രയെന്ന് കണ്ടുപിടിക്കാം. എത്ര കൊണ്ടുവരേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. യെസ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:1. അപ്പോൾ അത് വെച്ച് നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാം. വിജയും സഞ്ജയും, അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, വിഡ്രോ ദെയർ ഷെയർ ഓഫ് ഗുഡ്വിൽ. അവരവരുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ പിൻവലിക്കുന്നതാണ്. എത്ര പെർസെൻറ്റേജ് പിൻവലിക്കുന്നു പറയാത്തതുകൊണ്ട് ഫുൾ എമൗണ്ട് പിൻവലിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കേണ്ടി വരും. ഗിവ് നെസസറി ജേണൽ എൻട്രീസ്. സോ നമ്മളിവിടെ പഠിക്കേണ്ട കേസ് ജേണൽ എൻട്രീസ് നമുക്ക് എഴുതാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എത്ര രൂപ ഗുഡ്വില്ല് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഫേമിൻ്റെ ഗുഡ്വില്ലാണ് 20,000. സോ ഇയാൾ കൊണ്ടുവരേണ്ട ഗുഡ്വില്ല് 20,000 അല്ല, അയാളുടെ ഷെയർ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ്. അജയ് ആണല്ലോ പുതിയ പാർട്ണർ. അജയ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ. അജയുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ. മക്കളെ, ഫേമിൻ്റെ ഗുഡ്വിൽ എത്രയാണ്? ഫേമിൻ്റെ ഗുഡ്വിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 20,000 ആണെന്ന് കാണാൻ പറ്റും. ദ ഗുഡ്വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹20,000. അജയുടെ പുതിയ ഷെയർ എത്രയാണ്? 1/4 അല്ലേ അജയ്ക്ക് കൊടുക്കുന്നത്. സോ 20,000ൻ്റെ 1/4 ആണ് അജയ് കൊണ്ടുവരേണ്ടത്. ഇവിടെ നോക്കിയാൽ അറിയാം, കണ്ടോ? 2:1:1 ആണ് അല്ലേ? 2 എന്ന് പറഞ്ഞാൽ വിജയ്, 1 എന്ന് പറഞ്ഞാൽ സഞ്ജയ്, 1 എന്ന് പറഞ്ഞാൽ അജയ്. അപ്പോൾ 1/4. അപ്പോൾ നമ്മൾ അജയ്ക്ക് 20,000ൻ്റെ 1/4 ഗുഡ്വില്ല് കൊണ്ടുവരണം. എത്ര ഉണ്ടാവും? 20,000ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 5,000 ഉണ്ടാവും. ഈ 5,000 ആണ് അയാൾ കൊണ്ടുവരേണ്ട ഗുഡ്വില്ല്. ഓക്കെ, ആയിക്കോട്ടെ. ഈ ഗുഡ്വില്ല് ഇനി ആർക്ക് വീതിച്ചു കൊടുക്കണം? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള നമ്മുടെ വിജയ്ക്കും അതേപോലെ സഞ്ജയ്ക്കും വീതിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ അതിന് അവർക്ക് സാക്രിഫൈസ് റേഷ്യോയിലല്ലേ വീതിക്കേണ്ടത്. സോ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. സോ ഞാനിവിടെ എഴുതുകയാണ്. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ ബിറ്റ്വീൻ വിജയ് ആൻഡ് സഞ്ജയ്. ഇവരല്ലേ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, ഇവർക്കല്ലേ സാക്രിഫൈസ് ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ സാക്രിഫൈസ് റേഷ്യോ നമ്മളൊന്ന് കണ്ടുപിടിക്കണം. സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്താണ് മക്കളെ സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ? സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസ് റേഷ്യോ കിട്ടും. ഈ ഓൾഡ് റേഷ്യോയും ക്വസ്റ്റ്യനുണ്ട്, ന്യൂ റേഷ്യോയും ക്വസ്റ്റ്യനുണ്ട്. നമുക്ക് ആദ്യം ഓൾഡ് റേഷ്യോ എഴുതാം. ഓൾഡ് റേഷ്യോ എത്രയാണ്? ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യനുള്ളത്. ഓൾഡ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ കാണാം 3:2 ആണ്. ന്യൂ റേഷ്യോ 2:1:1 ആണ്. അപ്പോൾ 3:2 ആണ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ എത്രയാണ്? ന്യൂ റേഷ്യോ
2:1:1. ആർക്കാ സാക്രിഫൈസ് ഉണ്ടാവുക? നമ്മുടെ അജയ്ക്കും സഞ്ജയ്ക്കും. അപ്പം ഞാൻ ആദ്യം അജയിൻ്റെ സാക്രിഫൈസ് കാണാണ്. അജയ് അല്ല, ആരാണ്? വിജയ് അല്ലേ? വിജയ്സ് സാക്രിഫൈസ്. കുറേ പേരായതുകൊണ്ട് മാറിപ്പോയത്. വിജയ്സ് സാക്രിഫൈസ്. വിജയ്ക്കാണ് സാക്രിഫൈസ് ഉണ്ടാവുക. എങ്ങനെ കാണുക? ഓൾഡ് ഷെയർ. വിജയിൻ്റെ ഓൾഡ് ഷെയർ എത്ര? 3:2 അല്ലേ? അപ്പോൾ 3/5 ആണ് വിജയിൻ്റെ ഓൾഡ് ഷെയർ. മൈനസ് ന്യൂ ഷെയർ എത്ര? 2:1:1 അല്ലേ? അപ്പോൾ 2/4. ഇത് സോൾവ് ചെയ്താൽ വിജയിൻ്റെ സാക്രിഫൈസ് കിട്ടും. ഇതെങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം? 3 × 4 12, 2 × 5 10, ഡിവൈഡഡ് ബൈ 5 × 4 20, 2/20. ഇതാണ് വിജയിൻ്റെ സാക്രിഫൈസിൻ്റെ കേസ് വരുമ്പോൾ. ഇനി നമ്മൾ കാണേണ്ടത് സഞ്ജയിൻ്റെ സാക്രിഫൈസ് ആണ്. സഞ്ജയ്സ് സാക്രിഫൈസ്. സഞ്ജയിൻ്റെ സാക്രിഫൈസിലേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെ ചെയ്യുക? 2/5 മൈനസ് 1/4. 2 × 4 8, 1 × 5 5, 5 × 4 20, 3/20. എങ്ങനെ കിട്ടുക? വിജയിൻ്റെയും സഞ്ജയിൻ്റെയും സാക്രിഫൈസ് എത്രയാണ്? 2:3. അങ്ങനെയല്ലേ വരിക? 2:3. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2:3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ വിജയിൻ്റെയും സഞ്ജയിൻ്റെയും സാക്രിഫൈസിലേക്ക് വരുമ്പോൾ കിട്ടുക. ഇനി എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് സോൾവ് ചെയ്യുന്ന കേസിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ ജേണൽ എൻട്രീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളോട് ക്വസ്റ്റിൽ ആവശ്യപ്പെട്ടത് ജേണൽ എൻട്രീസ് വരയ്ക്കാനാണ്. നമുക്ക് ജേണൽ എൻട്രീസ് എന്ത് ചെയ്യാം? വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രീസ്. എങ്ങനെ ജേണൽ എൻട്രി വരയ്ക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു ഡേറ്റിൻ്റെ കോളം, പിന്നെ പർട്ടിക്കുലേഴ്സിൻ്റെ കോളം, പിന്നെ LFൻ്റെ കോളം, പിന്നെ ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. ഫോർമാറ്റ് വരയ്ക്കുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവരുടെ കേസിലേക്ക് വരുമ്പോൾ ഗുഡ്വില്ല് കൊണ്ടുവരണം ആദ്യം. അപ്പോൾ ഗുഡ്വില്ല് കൊണ്ടുവരുമ്പോൾ എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് ആയിട്ട് വരും അല്ലേ? ക്യാഷ് ആയിട്ട് എത്ര രൂപയാണ് വരുന്നത് നോക്കാം നമുക്ക്. ക്വസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അജയ് കൊണ്ടുവരുന്ന ക്യാഷ് 30,000 അല്ലേ? 30,000 ആണ്. എന്നാൽ അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വില്ല് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വില്ല്? 5,000 അല്ലേ? അപ്പോൾ നമ്മൾ എത്ര രൂപ കൊണ്ടുവരണം? 30,000 5,000 അടക്കം എത്ര കൊണ്ടുവരണം? 35,000 രൂപ അജയ് കൊണ്ടുവരണം. 2. അജയ്സ് ക്യാപിറ്റൽ. അജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര രൂപ മാറ്റിയാൽ മതി? നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന കേസാണ്. അപ്പോൾ അജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 30,000 മാറ്റുക. ബാക്കി ഗുഡ്വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ടിലേക്ക് എത്ര മാറ്റുക? 5,000 രൂപയും മാറ്റും. ക്ലിയർ? നരേഷൻ എഴുതണം നമ്മൾ. എങ്ങനെ നരേഷൻ എഴുതുക? ബീയിങ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ and Ajay's capital brought in. ഗുഡ്വില്ലും ക്യാപിറ്റലും അജയ് കൊണ്ടുവന്നു. ഇനി ഈ ഗുഡ്വില്ല് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ അപ്പോൾ നമ്മൾ എന്താ കേസ് ചോദിച്ചാൽ ഈ ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വില്ലിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ആവും. ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപ? 5,000 രൂപ. ഇത് ഏത് പാർട്ണേഴ്സിന് വീതിച്ചു കൊടുക്കണം? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്, വിജയ്ക്കും സഞ്ജയ്ക്കും. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസ് റേഷ്യോയിൽ. അപ്പോൾ ഞാനിവിടെ എഴുതാണ് ടു വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. വിജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്യണം. അതേപോലെ നമ്മൾ ആർക്കും കൊടുക്കണം മക്കളെ? സഞ്ജയ്ക്കും കൊടുക്കണ്ടേ? ടു സഞ്ജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സഞ്ജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും നമ്മൾ ഈ എമൗണ്ട് കൊടുക്കണം. സോ എങ്ങനെ കൊടുക്കുന്നതാണ്? 2:3 ആണ് സാക്രിഫൈസ് റേഷ്യോ അല്ലേ? വിജയിൻ്റെ 2ഉം സഞ്ജയിൻ്റെ 3ഉം. സോ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും?
5000 ഇൻറ്റു 2/5 എത്ര ഉണ്ടാവും? 2000 നമ്മൾ വിജയിൻ്റെ ഇതിൽ കൊടുക്കണം. 5000 ഇൻറ്റു 3/5 3000 രൂപ സഞ്ജയ്ക്കും കൊടുക്കണം. നരേഷിന് എഴുതാം ബീയിങ് അജയ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് വിജയ് ആൻഡ് സഞ്ജയ് ഇൻ ദയർ സാക്രിഫൈസിങ് റേഷ്യോ 2:3. ഇങ്ങനെ എഴുതിയാൽ ബെറ്ററായി. ക്ലിയർ? ഇനി ഈ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ എഴുതിയ എൻട്രി ആണിത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അജയ്സ് ക്യാപിറ്റൽ ടു ഗുഡ്വിൽ, ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു വിജയ്സ് ക്യാപിറ്റൽ ടു സഞ്ജയ്സ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ എഴുതിയ എൻട്രിയാണ്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെടുന്നു വെച്ചാൽ വിജയും സഞ്ജയും അവരുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ വിഡ്രോ ചെയ്യുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഡ്രോ ചെയ്യുന്ന കേസും കൂടെ നമുക്കൊന്ന് എഴുതാനുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വിഡ്രോ ചെയ്യുന്ന കേസ് എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മൾ ഈ 3 എൻട്രി പഠിച്ചതാണ് നേരത്തെ. വിഡ്രോ ചെയ്യുന്ന കേസിൽ എന്താ എൻട്രി നമ്മൾ പഠിച്ചതാണല്ലോ. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതായത് വിജയിൻ്റെ ക്യാപിറ്റലിൽ എത്ര രൂപ ക്രെഡിറ്റ് ആയി കിടക്കുന്നുണ്ട്? 2000. അത് അവിടെ നിന്ന് ഒഴിവാക്കണം വിഡ്രോ ചെയ്യുമ്പോൾ. അപ്പോൾ വിജയിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ആവും. സോ വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. പൈസ പിൻവലിക്കും എങ്ങനെയാണ്? വിജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് എത്ര രൂപ? 2000. അതേപോലെ സഞ്ജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി കിടക്കേണ്ട 3000. അത് വിഡ്രോ ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഡെബിറ്റ് ചെയ്യും. സഞ്ജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 3000 2. നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോവും? ക്യാഷ് പോലെ പിൻവലിക്കുമ്പോൾ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. എത്ര രൂപ? 5000. എന്നിട്ട് നരേഷൻ എഴുതുക ബീയിങ് ഗുഡ്വിൽ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ വിഡ്രോൺ ബൈ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് എന്ത് ചെയ്തു? പിൻവലിച്ചു. ഇതാണ് ഈ കേസിൽ പഠിക്കാനുള്ള എൻട്രീസ്. ഇനി ഗുഡ്വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒറ്റ മാറ്റം വരുത്തിയാൽ മതി. ഈ ഗുഡ്വില്ലിൻ്റെ സ്ഥാനത്തുണ്ടല്ലോ, സെയിം കാര്യം തന്നെയാണ്. ഈ ഗുഡ്വില്ലിൻ്റെ സ്ഥാനത്ത് ഇതാണ്ട് ഒഴിവാക്കിയിട്ട് ഗുഡ്വിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാൻ മാറ്റം വരുത്തി കാണിച്ചു തരാം. ഈ 35,000 രൂപ മുഴുവൻ നമ്മൾ ആരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക? അജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ഈ ഗുഡ്വിൽ അക്കൗണ്ടിൻ്റെ സ്ഥാനത്ത് ഏത് ഗുഡ്വിൽ ഇല്ലാത്തതുകൊണ്ട് ഗുഡ്വില്ലിൽ നിന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ അജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 35,000 എഴുതിയില്ലേ, അതിന് 5000 വെട്ടിയിട്ട് അത് ഡെബിറ്റ് ചെയ്യുക. ഈ ഒറ്റ മാറ്റം വരുത്തിയാൽ മതി. ബാക്കിയൊക്കെ സെയിം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് അക്കൗണ്ട് ഒന്നും വരയ്ക്കുന്നില്ല, സെയിം ആണ്. ഈ 2 കേസിലാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? നമ്മുടെ ഓൾട്ടർനേറ്റീവ് കേസ് ഇവരോട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. വെൻ ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ബുക്സ്. ബുക്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ്. ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളിപ്പോൾ പഠിച്ച കേസിലൊന്നും ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അസറ്റ്, ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു സാധനം ബിസിനസ്സിൻ്റെ ബുക്സിൽ ഇല്ല, ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിൽ ഓൾറെഡി ഇല്ല. അത് എക്സ്ട്രാ നമ്മുടെ ആര് കൊണ്ടുവന്നാണ്? നമ്മുടെ പുതിയ പാർട്ണറായിട്ടുള്ള അജയ് ഒക്കെ കൊണ്ടുവന്നാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ബുക്സിൽ എന്തില്ല? ഗുഡ്വിൽ ഇല്ല. അപ്പോൾ ബുക്സിൽ ഗുഡ്വിൽ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓൾറെഡി നമ്മളെ ഫേമിൻ്റെ ബുക്സിൽ ഗുഡ്വിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഗുഡ്വിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിക്കാം. നമ്മൾ മേലെ പഠിച്ച ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് ഓൾറെഡി ബുക്സിൽ ഗുഡ്വിൽ ഇല്ല എന്നുള്ളൊരു അസംഷൻ എടുത്തത്. അതായത് ബേസ്ഡ് ഓൺ അസംഷൻസ് ദാറ്റ് ദർ വാസ് നോ ഗുഡ്വിൽ അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഫേം. അതായത് ഫേമിൻ്റെ ബുക്കിൽ ഗുഡ്വിൽ ഇല്ല എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ മുമ്പൊക്കെ ചെയ്തത്. ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടതും. എന്നാൽ ചില സമയത്ത് പാർട്ണർ, അതായത് പുതിയതായിട്ട് വരുന്ന പാർട്ണർ ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരല്ലോ. അപ്പോൾ ഓൾറെഡി ഫേമിൻ്റെ ബുക്സിൽ ഗുഡ്വിൽ ഉണ്ടാവാം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ട പോയിന്റ് എടുത്തുതരാം. അപ്പോൾ പാർട്ണർ, ഞാൻ ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഇതിൻ്റെ തിയറി ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാർട്ണർ ഫേമിലേക്ക് ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഓൾറെഡി ഫേമിൻ്റെ ബുക്കിൽ എന്ത് തരാം? ഗുഡ്വില്ല് തരാം. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് 2 രീതിയിൽ ട്രീറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പഠിക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ, ഒരു പാർട്ണർ
ഫേമിലേക്ക് ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവന്ന ഗുഡ്വില്ല് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഇതാണ് ഒരു കേസ്. പിന്നെ ഫേമിൻ്റെ ബുക്കിലുള്ള ഗുഡ്വില്ല് അവരുടെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അതായത് അവർ റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ ആ ഒരു കേസാണൊന്ന് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ ഇല്ലസ്ട്രേഷൻ 17, അതായത് ഇല്ലസ്ട്രേഷൻ 17 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ആ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ അവരൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫേമിൻ്റെ ഗുഡ്വില്ല് 20,000 ആ ക്വസ്റ്റ്യനിലുള്ളത് തന്നെയാണ്. 20,000 അതിൻ്റെ 1/4 വെച്ച് 5,000 കണ്ടുപിടിച്ചു. അജയ് 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റിന് വരുന്നു. അപ്പോൾ അയാൾ 5,000 രൂപ കൊണ്ടുവരണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ്. അയാളുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ ആയിട്ട് കൊണ്ടുവരണം. സപ്പോസ് ഇനി ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയാണ്, ഗുഡ്വില്ല് ഓൾറെഡി അക്കൗണ്ട്സ് ബുക്കിൽ 10,000 ഉണ്ട്. ഓൾറെഡി അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എത്ര രൂപ ഗുഡ്വിൽ ഉണ്ട്? 10,000 രൂപ ഗുഡ്വിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ദർ ഈസ് നോ ഡിസിഷൻ ടു റീറ്റെയിൻ ഇറ്റ്. എന്താ പറഞ്ഞതിനർത്ഥം? ആ 10,000 രൂപ അവിടെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. അയാൾ കൊണ്ടുവരുന്ന 5,000 രൂപ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയിൽ തന്നെ വീതിച്ചു കൊടുക്കുക. പിന്നെ 10,000 രൂപ ഫേമിൻ്റെ ബുക്കിലുള്ളത് ഓൾഡ് പാർട്ട്നേഴ്സിനെ വെച്ച് റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. എങ്ങനെയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുക എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻ ദാറ്റ് കേസ്, അത്തരം സിറ്റുവേഷനിൽ ആ 10,000 രൂപ ബുക്സിൽ ഓൾറെഡി ഉണ്ട്, 5,000 രൂപ അയാൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് സാക്രിഫൈസ് റേഷ്യോയിൽ വീതിക്കുക. 10,000 എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആ 10,000 രൂപ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാൻ പോണത്. ആഫ്റ്റർ ക്രെഡിറ്റിംഗ് വിജയ് ആൻഡ് സഞ്ജയ് ഫോർ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ അജയ്. ഒന്നുമില്ല, സാക്രിഫൈസ് റേഷ്യോയിൽ എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വിജയ്ക്കും സഞ്ജയ്ക്കും അവരുടെ ഷെയർ വീതിച്ചു കൊടുത്തു. നമ്മൾ 3,000-2,000 വെച്ച് വീതിച്ചു കൊടുത്തു. അതൊക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അത് ചെയ്യുക. അതാണ് അത്ര പറഞ്ഞത്. ദ ഫോളോയിങ് അഡീഷണൽ ജേണൽ എൻട്രി. അഡീഷണൽ ജേണൽ എൻട്രി എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചോണം. ഓൾറെഡി ഫേമിൻ്റെ ബുക്സിൽ ഗുഡ്വിൽ 10,000 ഉണ്ട്. ആ ഗുഡ്വിൽ അവർ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട. കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അത് എക്സിസ്റ്റിംഗ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ, ആ 10,000 രൂപ ഗുഡ്വിൽ നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അതെങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അതിന് എൻട്രി പഠിക്കാൻ. മക്കളെ, ആരൊക്കെയാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്? ഒന്ന് വിജയ് അല്ലേ? അപ്പോൾ വിജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ വിജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു, കുറച്ചു. വിജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി അതേപോലെ വേറൊരാളാരാണ് ഓൾഡ് പാർട്ണർ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? സഞ്ജയിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ആ 10,000 രൂപ ടു ഗുഡ്വില്ലിനെ ക്രെഡിറ്റ് ചെയ്യുക. കാരണം ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഒരു അസെറ്റാണ്. അപ്പോൾ ഗുഡ്വില്ല് ഡെബിറ്റിലുണ്ടാവുക. അപ്പോൾ അതിന് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റോ. അപ്പോൾ ഗുഡ്വില്ലിന് നമ്മൾ ആ ഡെബിറ്റിലുള്ള ഗുഡ്വില്ല് 10,000 നമ്മൾ വെട്ടിയിട്ട് ക്രെഡിറ്റിലിട്ടു 10,000. ഇത് ചെയ്യാൻ പണിയില്ല, കാരണം ഗുഡ്വില്ല് ഡെബിറ്റാണ്. അത് റൈറ്റ് ഓഫ് ചെയ്യാൻ അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഗുഡ്വില്ല് പോയി എന്നുള്ളതാണ്. ഇത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കുറയ്ക്കണം. ഒരു അസറ്റ് വെട്ടുമ്പോൾ അത് ആരെങ്കിലും ഏറ്റെടുക്കണമല്ലോ. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയ്ക്കുകയാണ്. ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര പഠിക്കേണ്ടുള്ളൂ, കൃത്യമായിട്ട് പഠിച്ചോളാം. ഓൾറെഡി ബുക്സിൽ ഗുഡ്വിൽ 10,000 ഉണ്ട്. അജയ് എന്ന് പറയുന്ന ആൾ 5,000 കൊണ്ടുവരണം. അത് കൊണ്ടുവന്നോട്ടെ. അത് കൊണ്ടുവന്നിട്ട് സാക്രിഫൈസ് റേഷ്യോയിൽ സഞ്ജയ്ക്കും വിജയ്ക്കും വീതിച്ചു കൊടുക്കുക. അത് നമ്മൾ പഠിച്ച കേസ് തന്നെയാണ്. എന്നാൽ ആ ബുക്സിലുള്ള ഗുഡ്വിൽ അവിടെ റീറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഗുഡ്വില്ല് അസറ്റാണ്. അതിന് വെട്ടുമ്പോൾ അത് ക്രെഡിറ്റ് ആവും. ഗുഡ്വിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അത് ഏത് റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്ത് ഏറ്റെടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിൽ ഏറ്റെടുക്കണം. സോ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാണ് ഓൾഡ് റേഷ്യോ? ഈ ക്വസ്റ്റ്യനിൽ ഇല്ലസ്ട്രേഷൻ 15 വെച്ചാൽ പറഞ്ഞത് 3:2 ആണ്. അപ്പോൾ 3:2 ഏറ്റെടുക്കണം. അപ്പോൾ 3:2 ഏറ്റെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് ഏറ്റെടുക്കുക? 10,000 3:2 ഏറ്റെടുക്കുമ്പോൾ ഇയാൾ 4,000 ഏറ്റെടുക്കണം. അതേപോലെ അല്ലേ, 3:2 പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. 4,000 സഞ്ജയ് ഏറ്റെടുക്കണം, 6,000 രൂപ ആര് ഏറ്റെടുക്കണം? വിജയ് ഏറ്റെടുക്കണം. അതാണ് ഈ എൻട്രി, ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ഇൻ ഓൾഡ് റേഷ്യോ. ഇതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ ആ 10,000 രൂപേൻ്റെ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത കേസ് എന്താ ചോദിച്ചാൽ, ഈ പാർട്ണർക്ക് ആ ഗുഡ്വിൽ അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ആ 10,000 രൂപയുടെ ഗുഡ്വിൽ അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഫേമിൻ്റെ ഗുഡ്വിൽ എത്ര നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഫേമിൻ്റെ ഗുഡ്വിൽ 20,000 ആണ്. എന്നാൽ ഓൾറെഡി അവിടെ 10,000 രൂപ ഗുഡ്വിൽ ഉണ്ട്. അത് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 20,000-ൽ നിന്ന് ഓൾറെഡി ഉള്ള 10,000 ഉണ്ടല്ലോ, അതവിടെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കില്ലേ. അപ്പോൾ 20,000-ൽ നിന്ന് ഓൾറെഡി ഉള്ള 10,000 കുറച്ചാൽ ബാക്കി എത്ര ഗുഡ്വില്ല് വേണ്ടത്? 10,000. ഈ 10,000-ൽ 1/4 അയാൾ ഗുഡ്വില്ലായിട്ട് കൊണ്ടുവന്നാൽ മതി. വളരെ സിമ്പിളാണ് മക്കളെ. ഗുഡ്വില്ല് അക്കൗണ്ട് ബുക്കിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചോളൂ, വലിയ ടഫുള്ള സാധനമൊന്നുമല്ല. ബുക്കിലുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ആ ബുക്കിലുള്ള ഗുഡ്വിൽ അവിടെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ഗുഡ്വില്ല് സാക്രിഫൈസ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ആ ഗുഡ്വില്ല് അവരെന്ത് ചെയ്യുക? റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക?
കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ അവർ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ എത്ര ഗുഡ്വില്ലാണ് ബുക്കിലുള്ളത് നോക്കുക. 10,000 അല്ലേ. എത്ര ഫേമിൻ്റെ ഗുഡ്വിൽ നോക്കുക? 20,000 അല്ലേ. ആ 20,000 10,000 കട്ട് ചെയ്യുക. ബാക്കി എത്ര ഉണ്ട്? 10,000. ആ 10,000ൻ്റെ 1/4 ആണ് ആര് കൊണ്ടുവരേണ്ടത്? അജയ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2,500 കിട്ടും. 10,000ൻ്റെ 1/4 2,500. ഈ 2,500 ഇയാൾ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. അവർ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഡിഫറൻസിൻ്റെ 1/4 കൊണ്ടുവന്നാൽ മതി. സോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യുക? കൊണ്ടുവരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. അയാൾ എത്ര കൊണ്ടുവരേണ്ടത്? നമ്മൾ കൊണ്ടുവരുന്ന കേസിൽ എത്ര കൊണ്ടുവന്നാൽ മതി? 1/4, അതായത് 2,500. ഈ 2,500 കൊണ്ടുവന്നാൽ മതി. അതായത് 5,000 കൊണ്ടുവരേണ്ടെന്ന് അർത്ഥം. ക്ലിയർ? യെസ്. ഇതവിടെ കൃത്യമായിട്ട് വായിച്ചാൽ അറിയാം. ഇൻ അതർ വേർഡ്സ്, അജയ് വിൽ ബി റിക്വയർഡ് ടു ബ്രിങ് ₹2,500. 2,500 കൊണ്ടുവന്നാൽ മതി. ആ 2,500 സാക്രിഫൈസ് റേഷ്യോയിൽ എന്ത് ചെയ്താൽ മതി? വീതിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ 5,000ൻ്റെ സ്ഥാനത്ത് അതിൻ്റെ പകുതി എടുത്ത് സാക്രിഫൈസ് റേഷ്യോയിൽ എന്ത് ചെയ്യുക? വീതിച്ച് കൊടുക്കുക. വേറെ കേസൊന്നും ഇല്ല. ക്ലിയർ? വളരെ സിമ്പിളായിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോർഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീവാലുവേഷൻ മെത്തേഡാണ്. റീവാലുവേഷൻ മെത്തേഡ് എന്താണ് മക്കളെ? റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീമിയം മെത്തേഡ്. പ്രീമിയം മെത്തേഡ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു, വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഒരു പാർട്ണർ ഗുഡ്വില്ല് ക്യാഷായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് പ്രീമിയം മെത്തേഡ്. എന്നാൽ ഗുഡ്വില്ല് ക്യാഷായിട്ട് പുതിയ പാർട്ണർ വരാത്ത കേസാണ് ഇത് മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്. നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ഫോളോഡ്. ന്യൂ പാർട്ണർ ഡസ് നോട്ട് ബ്രിങ് ഇൻ ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. അയാൾ ക്യാഷായിട്ട് എന്ത് കൊണ്ടുവരുന്നില്ല? ഗുഡ്വില്ല് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അത്തരം കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഗുഡ്വില്ല് നമ്മളവിടെ റൈസ് ചെയ്യണം. അതായത് ഗുഡ്വിൽ അക്കൗണ്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കേസുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. നമുക്ക് നോക്കാം. 2 രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഗുഡ്വിൽ അക്കൗണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത് ഗുഡ്വില്ല് എന്ന് പറയുന്ന ഒരു സാധനം ബുക്സിലില്ല, ഗുഡ്വിൽ എന്ന് പറയുന്ന സാധനം ബുക്കിലുണ്ട്. ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലേക്ക് ഞാൻ വരാം. ഞാനൊരു പ്രോബ്ലം കാണിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കാം. റാമും റഹീമും എന്താണ്? പാർട്ണേഴ്സാണ്. റാമും റഹീമും എന്താണ്? പാർട്ണേഴ്സാണ്. അവന് പ്രോഫിറ്റും ലോസും വീതിക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ്? 3:2 ആണ്. ക്ലിയർ? രാഹുൽ അവിടെ പുതിയൊരു പാർട്ണറായിട്ട് വരികയാണ്. പാർട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അയാൾ എടുക്കുന്ന ഷെയർ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അയാൾ 10,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അഡീഷണൽ ആയിട്ട് അയാൾ ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല. ബട്ട് നോട്ട് ഇൻ എ പൊസിഷൻ ടു ബ്രിങ് എനി എമൗണ്ട് ഫോർ ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നില്ല. സോ ഇത് റീവാലുവേഷൻ മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഗുഡ്വില്ല് വാല്യൂ ചെയ്തപ്പോൾ എത്ര രൂപ ഉണ്ട്? 30,000. അപ്പോൾ ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 30,000 രൂപ ഗുഡ്വിൽ അവിടെ റൈസ് ചെയ്യണം. ഗുഡ്വിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? വെൻ ദർ ഈസ് നോ ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഫേമിൻ്റെ ബുക്കിൽ ഓൾറെഡി ഗുഡ്വിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഗുഡ്വിൽ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ കൊണ്ടുവരാത്ത കേസ്, റീവാലുവേഷൻ മെത്തേഡിൻ്റെ കേസ്. അങ്ങനെയാണെങ്കിൽ ആ 30,000 ആണ് ഫേമിൻ്റെ ഗുഡ്വിൽ എങ്കിൽ ആ ഫേമിൻ്റെ ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്രിയേറ്റ് ചെയ്യണം. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് ഇവിടെ നോക്കാം. വെൻ നോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ്. ഫേമിൻ്റെ ബുക്കിൽ ഗുഡ്വിൽ ഓൾറെഡി ഇല്ലാത്ത കേസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഗുഡ്വിൽ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 10,000 രൂപ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടതല്ലേ? 10,000 രൂപ അയാൾ ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല. ആ 10,000 രൂപ ക്യാപിറ്റൽ എന്തായിട്ട് കൊണ്ടുവരണം? ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാത്തതുകൊണ്ട് ആ ഗുഡ്വിൽ എക്സ്ട്രാ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷേ 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരണം. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താ എൻട്രി? ക്യാഷ് കൂടും അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. എത്ര രൂപ ക്യാഷ് കൂടും? 10,000. ഇത് ഗുഡ്വിൽ അല്ല, അതുകൊണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. ആരാണ് ആള്? പുതിയ ആൾ രാഹുൽ അല്ലേ? രാഹുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. ഇവിടെ എക്സ്ട്രാ ഗുഡ്വിൽ അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നില്ല. റീവാലുവേഷൻ മെത്തേഡ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാഹുൽസ് ക്യാപിറ്റൽ. ഇനി ഈ കേസിൽ ഫേമിൻ്റെ ഗുഡ്വിൽ എത്രയാണ്? 30,000 അല്ലേ? അപ്പോൾ ആ ഗുഡ്വിൽ അവിടെ റൈസ് ചെയ്യണം. ഗുഡ്വിൽ റൈസ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ആവും. ഗുഡ്വില്ല് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ ക്രിയേറ്റ് ആവണം. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ആവും 30,000 രൂപ. ഇത് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിനാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആരാണ് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്? ടു റാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. റാമിന് 18,000. 18,000 ഓൾഡ് റേഷ്യോ ആണ് മക്കളെ. ഓൾഡ് റേഷ്യോ ഈ ക്വസ്റ്റിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും 3:2 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 30,000 ഇൻറ്റു 3/5 ചെയ്ത് കഴിഞ്ഞാൽ 18,000 കിട്ടും. ഓൾഡ് റേഷ്യോയിൽ അത് റൈസ് ചെയ്യണം. അതായത് പഴയ പാർട്ണേഴ്സിൻ്റെ പേരിലേക്ക് അത് കൊണ്ടുവരണം. 12,000 രൂപ റഹീമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് വളരെ സിമ്പിളാണ്. ഇനി രണ്ടാമത്തെ കേസ് ചോദിച്ചാൽ അവിടെ ഗുഡ്വിൽ എന്ന് പറയുന്ന ഫേമിൻ്റെ ബുക്കിൽ 15,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 15,000 റൈസ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം. ആദ്യം ക്യാഷ് കൊണ്ടുവരണം. ആദ്യം പഠിച്ച എൻട്രി 10,000. രാഹുലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി 10,000.
ഓൾറെഡി 15,000 ബുക്സിലുണ്ടെങ്കിൽ ബാക്കി 15,000 ക്രിയേറ്റ് ചെയ്താൽ മതി, റൈസ് ചെയ്താൽ മതി. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് 15,000, പിന്നെ അവരുടെ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യുക, റാമിൻ്റെ ക്യാപിറ്റൽ 9,000, റഹീമിൻ്റെ ക്യാപിറ്റൽ 6,000. അതായത് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 3:2 ആണ് ഓൾഡ് റേഷ്യോ. ആ 3:2 അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത കേസ്, ഈ കേസും കൂടെ ശ്രദ്ധിക്കണം. വെൻ ദ ഗുഡ്വിൽ അപ്പിയേഴ്സ്, ഗുഡ്വിൽ 36,000 ഫേമിൻ്റെ ബുക്കിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഫേമിൻ്റെ ബുക്കിൽ ഇല്ലാത്ത കേസാണെങ്കിൽ ഫേമിൻ്റെ ഗുഡ്വിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, പഴയ പാർട്ട്നേഴ്സിൻ്റെ പേരിൽ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഫേമിൻ്റെ ബുക്കിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ ബാക്കി അവരുടെ ഫേമിൽ റൈസ് ചെയ്ത് വെക്കണം. ഫേമിൻ്റെ ഗുഡ്വിൽ 30,000 ആണ്. എന്നാൽ 36,000 ഫേമിൻ്റെ ബുക്കിലുണ്ടെങ്കിൽ 6,000 രൂപയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതായത് 36,000 രൂപ ഫേമിൻ്റെ ബുക്കിലുണ്ട്, എന്നാൽ 30,000 ഫേമിൻ്റെ ഗുഡ്വിലുള്ളൂ. അപ്പോൾ 6,000 രൂപയ്ക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫേമിൻ്റെ ബുക്കിൽ ഓൾറെഡി ഗുഡ്വിൽ 30,000 ആണ്, ഫേമിൻ്റെ ഗുഡ്വിൽ 36,000 ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഗുഡ്വിൽ നിന്ന് ഒഴിവാക്കണം, റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. ഗുഡ്വിൽ അക്കൗണ്ട് ക്രെഡിറ്റ് എത്ര രൂപ, 6,000. ഏതാ ഡെബിറ്റ് ആവുക, റാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും. പഴയ പാർട്ട്നേഴ്സിൻ്റെ കേസിൽ റാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആവും. അതേപോലെ ആരെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആവും, റഹീമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഓവർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. വേറെ വ്യത്യാസമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ ഫേമിൻ്റെ ബുക്കിൽ ഗുഡ്വിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഫുള്ള് ഗുഡ്വിൽ എന്ത് ചെയ്യുക, പഴയ പാർട്ട്നേഴ്സിൻ്റെ പേരിലേക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ക്രിയേറ്റ് റൈറ്റ് ഓഫ് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഫേമിൻ്റെ ബുക്കിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ ബാക്കി കൊണ്ടുവരണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നമ്മൾ റൈസ് ചെയ്ത് വെക്കുക. ഇനി എക്സ്ട്രാ ആണുള്ളതെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ എമൗണ്ട് എത്രയാണോ, എക്സസ് എമൗണ്ട് എത്രയാണോ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. പഴയ പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് പഴയ റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. ഓൾഡ് റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 3,600, 2,400, 6,000 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ്, എയും ബിയും പാർട്ണേഴ്സ് ആണ്. പ്രോഫിറ്റ് ലോസും വീതിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ്. ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റും ലോസും വീതിക്കുന്നത്. സോ ദേ അഡ്മിറ്റ് സി, അവർ സി എന്ന് പറയുന്ന ഒരാൾ അഡ്മിറ്റ് ചെയ്യാണ്. പാർട്ണർഷിപ്പിലേക്ക് സി എന്ന് പറയുന്ന ഒരാൾ വരികയാണ്. അപ്പോൾ ന്യൂ റേഷ്യോ ഫിക്സ് ചെയ്ത് 4:3:2. 4:3:2 ന്യൂ റേഷ്യോ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സി ഈസ് അണേബിൾ ടു ബ്രിങ് എനിത്തിങ് ഫോർ ഗുഡ്വിൽ. സിക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റില്ല, ഗുഡ്വിൽ ആയിട്ടൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് ബ്രിങ്സ് ₹25,000 ആസ് ക്യാപിറ്റൽ. ക്യാപിറ്റലായിട്ട് എത്ര കൊണ്ടുവരികയാണ്, 25,000 കൊണ്ടുവരികയാണ്. ഗുഡ്വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹18,000. ഫേമിൻ്റെ ഗുഡ്വിൽ 18,000 ആണ്. ഗിവ് ദ നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് ദാറ്റ് ദ പാർട്ണേഴ്സ് ഡു നോട്ട് വാണ്ട് ഗുഡ്വിൽ ടു അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കേസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാർട്ണേഴ്സ് ആ ഗുഡ്വിൽ അക്കൗണ്ടോടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് ഒക്കെ ഒന്ന് വരയ്ക്കുക. ഫോർമാറ്റ് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് റീവാലുവേഷൻ മെത്തേഡിലെ ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ വ്യത്യാസം ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് അവർ ഗുഡ്വില്ല് കൊണ്ടുവന്നിട്ട് റൈസ് ചെയ്തിട്ട് അത് അവർ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സ്പീഡ് പോകുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുകയാണ്. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തോളാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട പോയിന്റ് എന്താ ചോദിച്ചാൽ, ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെച്ചാൽ എയും ബിയും പാർട്ണേഴ്സാണ്. പ്രോഫിറ്റ് ലോസും വീതിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. അവർ സീനെ അഡ്മിറ്റ് ചെയ്യാണ്. പാർട്ണർഷിപ്പിലേക്ക് പുതിയ റേഷ്യോ ഫിക്സ് ചെയ്തിട്ടുണ്ട് 4:3:2. അവിടെ നമുക്ക് എൻട്രി എഴുതാനില്ല. സി ഈസ് അണേബിൾ ടു ബ്രിങ് എനിത്തിങ് ഫോർ ഗുഡ്വിൽ. അപ്പോൾ റീവാലുവേഷൻ മെത്തേഡ് ഗുഡ്വില്ലായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല. ബട്ട് ബ്രിങ്സ് ₹25,000 ആസ് ക്യാപിറ്റൽ. ക്യാപിറ്റലായിട്ട് 25,000 കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ എൻട്രി നമ്മൾ എഴുതണം. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കൂടും, ക്യാഷ് കൂടും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 25,000 ആരെ കൊണ്ടുവരുന്ന ആളാരാണ്, കൊണ്ടുവരുന്ന ആൾ സി അല്ലേ. അപ്പോൾ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. കാരണം ഗുഡ്വില്ലല്ല കൊണ്ടുവരുന്നത്. ഗുഡ്വില്ല് കൊണ്ടുവരാത്ത കേസാണ്. റീവാലുവേഷൻ മെത്തേഡാണ്. 25,000 നരേഷൻ എഴുതുക. ബീയിങ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ സി. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഫേമിൻ്റെ ഗുഡ്വില്ല് എത്ര രൂപയാണ്, 18,000 ആണ്. ഈ ഗുഡ്വില്ല് അവിടെ റൈസ് ചെയ്യണം. അപ്പോൾ ഈ റീവാലുവേഷൻ മെത്തേഡ് ആകുമ്പോൾ ഗുഡ്വില്ല് റൈസ് ചെയ്യണം. ഏത് പാർട്ണേഴ്സിനെ വെച്ച് റൈസ് ചെയ്യണം, ഓൾഡ് പാർട്ണേഴ്സിനെ വെച്ച് റൈസ് ചെയ്യണം. അപ്പോൾ ഗുഡ്വില്ല് റൈസ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ആവും. ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് എത്ര രൂപ, 18,000 രൂപ. ടു ഓൾഡ് പാർട്ണേഴ്സ് ആരാണ്, എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. എത്ര രൂപ, 9,000. ഈക്വൽ ആയിട്ടല്ലേ ഓൾഡ് റേഷ്യോ വിധിക്കുന്നത്. ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര ഇട്ട് കൊടുക്കണം, 9,000. നരേഷൻ എഴുതാം. ബീയിങ് ഗുഡ്വില്ല്
റൈസ്ഡ് അറ്റ് ഫുൾ വാല്യൂ. ഫുൾ വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു? ഗുഡ് വിൽ റൈസ് ചെയ്തു. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ, ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു, പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പാർട്ണേഴ്സ് ആ ഗുഡ് വിൽ അവിടെ അസറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഇത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുമ്പോൾ നേരത്തെ കേസ് വളരെ ഡിഫറൻ്റ് ആണ്. നേരത്തെ ഓൾറെഡി ബുക്കിലുള്ള കേസാണ്. ഇത് ഓൾറെഡി ബുക്കിലുള്ള കേസല്ല ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ബുക്കിൽ 36,000 ഉണ്ടായിട്ട് 6,000 റൈറ്റ് ഓഫ് ചെയ്തത് വേറെ കേസാണ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഓൾറെഡി ബുക്കിലുള്ള കേസല്ല. അപ്പോൾ ഇവരിവിടെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ക്വസ്റ്റിൽ പറയുകയാണെങ്കിൽ ഈ ഗുഡ് വില്ലിൽ നമ്മൾ ഡെബിറ്റിന് വെട്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യണം. പകരം ഏതൊക്കെ പാർട്ണേഴ്സിന് ഡെബിറ്റ് ചെയ്യുന്നുള്ളതാണ്. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. കാരണം ഇവരൊക്കെ വെച്ച് റൈറ്റ് ഓഫ് ചെയ്യണം. പുതിയ പാർട്ണേഴ്സിനെ വെച്ച് റൈറ്റ് ഓഫ് ചെയ്യണം. നേരത്തെ കേസും ഈ കേസും ഡിഫറൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടോളാം. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മൂന്നാളെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. ഏത് റേഷ്യോയിലാണ്? ന്യൂ റേഷ്യോയിൽ. അപ്പോൾ ന്യൂ റേഷ്യോ നമുക്ക് നോക്കാം. എത്രയാണ് ന്യൂ റേഷ്യോ? 4:3:2 അല്ലേ? അപ്പോൾ 4:3:2 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അപ്പോൾ എങ്ങനെ ചെയ്യുക? എത്രയാണ് നമ്മൾ ഗുഡ് വിൽ? എത്ര? 18,000 അല്ലേ റൈറ്റ് ഓഫ് ചെയ്യാനുള്ളത്? 18,000 ഇൻറ്റു 4:3:2 എന്ന് പറയുമ്പോൾ 4/9 ഇവിടെ വരും. പിന്നെ 18,000 ഇൻറ്റു 3/9 വരും. ഇവിടെ 18,000 ഇൻറ്റു 2/9 വരും. 18,000 ഇൻറ്റു 4/9. ഇവിടെ 8,000 ഏറ്റെടുക്കണം. അതേപോലെ 18,000 ഇൻറ്റു 3/9 ചെയ്യുമ്പോൾ 6,000 ഏറ്റെടുക്കണം. അതേപോലെ 18,000 ഇൻറ്റു 2/9 ചെയ്യുമ്പോൾ 4,000 ഏറ്റെടുക്കണം. ഇത് മൂന്നും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 8 6 14 14 4 18 വരും. അങ്ങനെ നമ്മൾ ഗുഡ് വില്ലിനെ ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ് വില്ലിനെ അവിടുന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യണം. 18,000 നരേഷൻ എഴുതുക. ബീയിങ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ക്ലിയർ? ഇവിടെ നോക്കി അറിയാൻ പറ്റും. 18,000 ഗുഡ് വില്ല് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, എക്കും ബിക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അവിടെ സി വരുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എക്ക് എത്ര രൂപ ഗുഡ് വില്ല് കിട്ടി? 9,000 ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയി. എന്നാൽ എ എത്ര ഏറ്റെടുത്തു? 8,000. എക്ക് 1,000 രൂപ ബെനിഫിറ്റ്. ബിക്ക് എത്ര രൂപ ഗുഡ് വില്ല് കിട്ടി? 9,000. ബി എത്ര ഏറ്റെടുത്തു? 6,000. ബിക്ക് എത്ര ബെനിഫിറ്റ്? 3,000. അപ്പോൾ എത്ര രൂപ ടോട്ടൽ ബെനിഫിറ്റ്? 4,000. എക്ക് 1,000 ബെനിഫിറ്റ്, ബിക്ക് 3,000 ബെനിഫിറ്റ്, 4,000. ആ 4,000 രൂപ ആര് കൊണ്ടുവന്നു? സി കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ്? അപ്പോൾ സി ഗുഡ് വിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ എക്കും ബിക്കും എന്തെങ്കിലും ലാഭം ഉണ്ടോ നഷ്ടമുണ്ടോ വെച്ചാൽ എൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്ത് 9,000, എൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്ത് 8,000. അപ്പോൾ എക്ക് 1,000 ലാഭം. ബീൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്ത് 9,000, ബീൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്ത് 6,000. അപ്പോൾ ബിക്ക് എത്ര ലാഭം? 3,000. അപ്പോൾ ടോട്ടൽ എത്ര ലാഭം ഫേമിൽ? 4,000. എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ആ 4,000 ആര് തന്നു? സി തന്നു. ഇതാ സീൻ്റെ ക്യാപിറ്റൽ 4,000 രൂപ കുറച്ചു. വളരെ ഈസിയാണ് അല്ലേ റീവാലുവേഷൻ മെത്തേഡ് പഠിക്കാൻ. ഇനി ഇതാണ് റീവാലുവേഷൻ മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഹിഡൻ ഗുഡ് വില്ല് എന്ന് പറഞ്ഞൊരു കേസാണ്. എന്താണ് ഹിഡൻ ഗുഡ് വില്ല്? ചില സമയത്ത് ചില പാർട്ണർ ഫേമിലേക്ക് വരുമ്പോൾ ഫേമിൻ്റെ ഗുഡ് വിൽ എത്രയെന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്തരം കേസിനാണ് ഹിഡൻ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് വിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നോക്കാം. സംടൈംസ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് നോട്ട് ഗിവൻ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണർ ഫേമിലേക്ക് വരുന്ന സമയത്ത് എത്രയാണ് ഫേമിൻ്റെ ഗുഡ് വിൽ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തരൂല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഫേമിൻ്റെ ഗുഡ് വിൽ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ ഈ മെത്തേഡ് എന്താണ്? ഹിഡൻ ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പ്രീമിയം മെത്തേഡ്, ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ മെത്തേഡ്. ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന ഒന്നും പറഞ്ഞിട്ടില്ല, ഗുഡ് വില്ലും പറഞ്ഞിട്ടില്ല. സോ ഹിഡൻ ഗുഡ് വിൽ അതാണ് മെത്തേഡ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചില അറേഞ്ച്മെൻറ്റുകളൊക്കെ നടത്തേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഹേം ആൻഡ് നേം രണ്ടാൾക്കാരാണ്. ഒരു പാർട്ണേഴ്സ് ആണ് ഒരു ഫേമിൽ. പ്രോഫിറ്റ് ലോസും വീതിക്കുന്ന റേഷ്യോ 3:2 ആണ്. ഓക്കെ ഫൈൻ. ദെയർ ക്യാപിറ്റൽ, അതായത് ഹേമിൻ്റെ ക്യാപിറ്റൽ 80,000, നേമിൻ്റെ ക്യാപിറ്റൽ 50,000 ആണ്. സോ ഹേമിൻ്റെ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 80,000. നേംസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 50,000. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 1,30,000 കിട്ടി. ദേ അഡ്മിറ്റഡ് സാം, അവർ സാമിനെ അഡ്മിറ്റ് ചെയ്യാണ് ഓൺ January 1, 2017. ആയിക്കോട്ടെ, ഒരു പുതിയ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാണ്. അയാൾക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ 1/5 ഷെയർ കിട്ടും. ഓക്കെ, ഫ്യൂച്ചർ പ്രോഫിറ്റ്. അപ്പോൾ ഫ്യൂച്ചർ പ്രോഫിറ്റിനെ 5 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഷെയറാണ് ആർക്ക് കിട്ടുക? നമ്മുടെ സാമിന് കിട്ടുക, പുതിയ പാർട്ണർക്ക് കിട്ടുക. അത് കൃത്യമായി ശ്രദ്ധിക്കണം. ഫ്യൂച്ചർ പ്രോഫിറ്റിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാം കൊണ്ടുവരികയാണ് 60,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ സാമിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? സാമിൻ്റെ ക്യാപിറ്റൽ ചെയ്യുമ്പോൾ 60,000 കിട്ടി.
ഇത് മൂന്നും കൂടെ പ്ലസ് ചെയ്താൽ 80 + 50 130 130 + 60 1,90,000 മൊത്തം ക്യാപിറ്റൽ ഉള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ ആയിക്കോട്ടെ. ഇത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇത് പഴയ ഫേമിൻ്റെ ക്യാപിറ്റലാണ് ഹേമിൻ്റെ, നേമിൻ്റെ 50,000 പഴയ ക്യാപിറ്റലാണ്. എന്നാൽ സാമിൻ്റെ ക്യാപിറ്റൽ 60,000 പുതിയ പാർട്ണറാണ്, ഇപ്പോൾ പുതിയ ക്യാപിറ്റലാണ്. സോ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഫേമിൻ്റെ വാല്യൂ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുക. സോ ഇവിടെ ഗുഡ് വിൽ തന്നിട്ടില്ല, അപ്പോൾ ഇത് ഹിഡൻ ഗുഡ് വിൽ മെത്തേഡ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ ചോദിച്ചാൽ സാമിൻ്റെ ക്യാപിറ്റൽ എത്ര നോക്കുക. പുതിയ പാർട്ണറിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? സാംസ് ക്യാപിറ്റൽ. സാമിൻ്റെ ക്യാപിറ്റൽ എത്ര മക്കളെ? 60,000 അല്ലേ? സാമിൻ്റെ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ എത്ര? 1/5 അല്ലേ? അപ്പോൾ 60,000 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 60,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5-ൽ 1 ഭാഗമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? ഡിവൈഡഡ് ബൈ 1 × 5 ചെയ്താൽ മതി. ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട. 5-ൽ 1 ഭാഗമല്ലേ 60,000 എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൊത്തം ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള, 5-ൽ 1 ഭാഗം 60,000 ആണെങ്കിൽ അതിന് 5 ഭാഗം എത്ര? ടോട്ടൽ എത്ര? എങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം? ഈ 60,000 എന്ന് പറഞ്ഞാൽ സാമിൻ്റെ ക്യാപിറ്റൽ അല്ലേ? ഇത് ഇയാൾക്ക് 1 ഭാഗം കിട്ടുക, മൊത്തം ഭാഗം എത്ര? 5. അപ്പോൾ 5 ഗുണിച്ച് കഴിഞ്ഞാൽ മൊത്തം കിട്ടും. അല്ലെങ്കിൽ 60,000 നേരെ 5 ഗുണിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം വെച്ചാൽ 2/5 എന്നൊക്കെ പറയുകയാണെങ്കിൽ 60,000 / 2 × 5 എന്ന് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ 60,000 ഡിവൈഡ് ബൈ 1 × 5, 60,000 ഡിവൈഡ് ബൈ 1 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടും? 3 ലക്ഷം കിട്ടും. ഈ 3 ലക്ഷമാണ് ഫേമിൻ്റെ മൊത്തം ക്യാപിറ്റലായിട്ട് വരേണ്ടത്. 3 ലക്ഷമാണ് ഫേമിൻ്റെ മൊത്തം ക്യാപിറ്റലായിട്ട് വരേണ്ടത്. എന്നാൽ നമ്മളിതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുള്ളത്? 1,90,000 അല്ലേ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എത്ര ഉണ്ട്? 1,10,000. ഇതാണ് ഗുഡ് വില്ലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഫേമിൻ്റെ ഗുഡ് വിൽ, 1,10,000. ക്ലിയർ? ഇതാണ് ഫേമിൻ്റെ ഗുഡ് വിൽ. ഇതിൽ സാമിൻ്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? സാമിൻ്റെ ഷെയർ കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. 1,10,000. ഈ 1,10,000-ൽ 1/5 എത്ര നോക്കിയാൽ മതി? 22,000 കിട്ടും. ഇതാണ് സാമിൻ്റെ ഗുഡ് വില്ല്. ക്ലിയർ? ഇനി ഇതിൻ്റെ ജേണൽ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് തീരും. ആദ്യം ഇയാൾ എത്ര രൂപ കൊണ്ടുവരുന്നു നോക്കാം. ഇയാൾ ക്യാപിറ്റലായിട്ട് 60,000 കൊണ്ടുവരുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്കിൽ നിന്ന് എഴുതാം, ക്യാഷ് നിന്ന് എഴുതാം. ബാങ്കിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബാങ്ക് എഴുതണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്യാഷോ ബാങ്കോ എഴുതാം. സാമിൻ്റെ പുതിയ പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 60,000 കയറും. പിന്നെ ഗുഡ് വില്ല് റൈസ് ചെയ്യണം. ഇപ്പോൾ ഗുഡ് വില്ല് അക്കൗണ്ട് ഡെപ്റ്റർ ഇവിടെ എഴുതാം. ഗുഡ് വില്ല് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹേംസ് ക്യാപിറ്റൽ 66,000. അതേപോലെ എന്ത് ചെയ്യുക? നമ്മുടെ നേംസ് ക്യാപിറ്റൽ 44,000. അവരുടെ റേഷ്യോയിൽ എന്ത് ചെയ്യുക? അവർക്ക് വീതിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഹിഡൻ ഗുഡ് വില്ലിൻ്റെ കേസ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ബൈ. താങ്ക് യു.